നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാന്തേ, വാ മക്കളെ. സത്യം വരൂ. വാ. ഇരിക്കെ. വിഷ്ണുവിനെയും പ്രീതിയൊക്കെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് കരുതിയതാ. പക്ഷെ വിഷ്ണുവിന് അവന്റെ ഹോട്ടലിൽ എന്തൊക്കെയോ ഒഴിവാക്കാൻ പറ്റാത്ത പരിപാടികളുണ്ടെന്ന്. പ്രീതിയുടെ കാര്യമാണെങ്കിൽ അവക്ക് ഒരിടത്തേക്ക് ഇറങ്ങി 3 പേരുടെ മെനക്കേടല്ലേ. അർജുനും കുഞ്ഞും പോരെങ്കിൽ വസുമതിയുടെ കാര്യവും നോക്കണം. വസുമതിക്ക് എങ്ങനെയുണ്ട് സത്യമേ? മാറ്റമൊന്നുമില്ല, ഇപ്പോഴും ഒരേ കിടപ്പ് തന്നെയാ. സഹായത്തിന് ഇതുവരെ ആരെയും കിട്ടിയിട്ടുമില്ല. അയ്യോ, ആരെയും വിശ്വസിച്ചു കൂടെ നിർത്താൻ പറ്റുന്ന കാലം അല്ലല്ലോ. ശാരദാമ്മ പ്രസവിച്ച മോളാണെന്നറിയാം. പക്ഷേ ഇവളെയൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. അന്ന് സീമന്തത്തിന് വയറുവേദന വന്ന് ഹോസ്പിറ്റലിൽ പോയത് മുതൽ ആകെ മൂടിക്കെട്ടി ഒരേ ഇരിപ്പാ. പ്രസവത്തെക്കുറിച്ചുള്ള പേടിയായിരിക്കും. ഇപ്പോഴാണെങ്കിൽ രോഹിത്തിനെ പിരിയുന്നതിന്റെ സങ്കടം. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഏത് സമയത്തും വിളിക്കാം. ഞങ്ങളെല്ലാം വെളിപ്പുറത്തുണ്ടാവും. ശരി മോളെ, ജ്യൂസൊക്കെ ആവശ്യത്തിന് കുടിച്ചോണം. സമയത്ത് ഭക്ഷണവും കഴിക്കണം. ടാബ്ലറ്റും ടോണിക്കും ഒന്നും മുടക്കരുത്. സമയത്ത് തന്നെ കിടന്ന് ഉറങ്ങിയേക്കണം കേട്ടോ. സത്യം, ഇത് എത്രാമത്തെ തവണയാ പറഞ്ഞു കൊടുക്കുന്നത്? ഞാനല്ലാതെ പിന്നെ ആരാടെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? കുട്ടികളല്ലേ, ഉപേക്ഷ വിചാരിച്ചു കളയും. അല്ലേ ശാരദാമ്മേ? ഞാൻ ശ്രദ്ധിച്ചോളാം സത്യമേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, അതെന്തൊരു പോക്കാ സത്യമേ. വന്നിട്ടൊരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ. ഒരു 5 മിനിറ്റ് ഭക്ഷണം എടുത്തു വെക്കാം. നല്ല ചൂട് പാലപ്പവും കറിയുണ്ട്. ഓ, ഒന്നും വേണ്ട. പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, അതാ. എന്നാലും സത്യമേ, ദേ ഇവളെ നിറച്ച് കഴിപ്പിച്ചാ മതി. ഇറങ്ങാ രോഹിത്. ഒരു മിനിറ്റ് സത്യമേ, ഞാനൊന്ന് ശ്യാമയോട് സംസാരിച്ചോട്ടെ. ഓ ആയിക്കോട്ടെ. ശ്യാമേ വന്നേ. ശ്യാമയുടെ വയറ്റിൽ അവന്റെ കുഞ്ഞു വളരുന്നു എന്നറിഞ്ഞപ്പോ മുതൽ അവൻ അവളോടുള്ള സ്നേഹം ഇരട്ടിച്ചു എന്ന് തോന്നുന്നു. ഇതാ കുങ്കുമപ്പൂവാ. വാങ്ങ. രോഹിത്, എന്താടോ? ഇനിയെങ്കിലും രോഹിത്തിനോട് എനിക്കത് പറയണം. പറയാതിരുന്ന എന്റെ ചങ്ക് പൊട്ടിപ്പോവും. രോഹിത്, മതിയടോ. ഇയാൾ എന്നോടൊന്നും പറയണ്ട. എനിക്കെന്താ ഒന്നും മനസ്സിലാവില്ലെന്നാണോ ഇയാൾ കരുതിയേക്കുന്നേ? എടോ, ഇയാളുടെ കൂടെ ഒരുമിച്ച് കഴിയുന്ന ആളാ ഞാൻ. എന്റെ അടുത്തൊന്നും ഒന്നും മറയ്ക്കാൻ ഇയാളെ കൊണ്ട് കഴിയില്ല. സീമന്തത്തിനിടെ വയറുവേദന ഉണ്ടായി ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഇയാളുടെ പരവേശവും ആദിയും വെപ്രാളവും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒറ്റയ്ക്ക് മാറിയുള്ള ഇരിപ്പും. പേടിച്ചു പോയല്ലേ? അബോഷനായി പോകുന്നുള്ള പേടിയാണോ?
എനിക്കറിയാടോ ഇയാൾ ആ കുഞ്ഞിനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. നമ്മുടെ പ്രണയമല്ലേ ഈ വയറ്റിലൊരു കുഞ്ഞ് ആത്മാവായി തുടിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാ ഇയാൾക്ക് ഈ കുഞ്ഞിനെ ഓരോരുത്തരും എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ബോധ്യം വന്നതല്ലേ. ആ മുഖം ഒന്ന് കാണാതെ, ആ സ്വരം ഒന്ന് കേൾക്കാതെ, അതുവരെ എല്ലാവരും കുട്ടികളിയായിരുന്നു തനിക്കല്ലേ. പിന്നെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ആദ്യം പരവേശമായി. അതിനോടൊപ്പം ഇയാള് കല്യാണം കഴിഞ്ഞ് ആദ്യ സമയത്ത് എല്ലാവരോടും കാണിച്ചുകൊണ്ടിരുന്ന ശത്രുതയെക്കുറിച്ചുള്ള പശ്ചാത്താപവും വിഷമവും കൂടിക്കൊഴിഞ്ഞ് കിടക്കുക മനസ്സില്, അല്ലേടോ? ഏയ് സാരമില്ലടോ, പോട്ടെ. നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. നല്ല ആരോഗ്യവതിയായി മിടുക്കിയായി പിറക്കോള്. എടോ, ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷ ദിവസങ്ങളിൽ ഒന്നാ ഇന്ന്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇയാളുടെ വയറ്റിലുള്ളത് പെൺകുഞ്ഞാണെന്ന് സിദ്ധം പറഞ്ഞില്ലേ, അത് കേട്ടിട്ട്. എടോ, ഇയാൾക്കറിയാലോ ഇയാൾ എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിച്ചിരുന്നത് എന്റെ അമ്മയാ. ആ അമ്മയ്ക്ക് എളുപ്പമൊന്നും എന്നെ വിട്ട് പോവാൻ പറ്റില്ലടോ. ആ അമ്മയാ തന്റെ വയറ്റിൽ ഇപ്പോ ഒരു ജീവനായി തുടിക്കുന്നെന്ന് എനിക്ക് ഉറപ്പാ. എന്റെ ജീവൻ വേണേ പൊക്കോട്ടെ. എന്റെ ഞാനൊന്ന് പറയട്ടെ. എനിക്ക് അബോർഷൻ വേണ്ട, പ്ലീസ് ഡോക്ടർ. മോള് കുഞ്ഞിന് വേണ്ടി മരിക്കാൻ തയ്യാറായാലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാവില്ല. അത് സംഭവിച്ചു കഴിഞ്ഞു. എന്താടോ വിശ്വാസം വരുന്നില്ലേ? ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ? നമ്മുടെ ആഗ്രഹം ദൈവം സാധിച്ചു തരും. ഒന്നുമില്ലെങ്കിലും അമ്മയുടെ ഓർമ്മയ്ക്കൊരു പെൺകുഞ്ഞിനെ വേണമെന്ന് എന്റെ പ്രാർത്ഥനയായിരുന്നു. നമുക്കവളെ പത്മിനി എന്ന് പേരിട്ട് വളർത്താം, പപ്പി എന്ന് വിളിക്കാം. അവൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ ഇയാള് ചെയ്യേണ്ടത് മനസ്സിൽ നീ സങ്കടവും വിഷമവും എല്ലാം അങ്ങ് മായ്ച്ചു കളയുക. മറ്റെല്ലാം അങ്ങ് മറന്നേക്ക്. സത്യാമ്മ പറഞ്ഞതുപോലെ മരുന്നും ആഹാരവും എല്ലാം കൃത്യസമയത്ത്. വേറെന്തെങ്കിലും പറയാനുണ്ടോ തനിക്ക്? ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.